അഭിഭാഷകയ്ക്ക് മർദ്ദനമേറ്റ സംഭവം. ബാർ അസോസിയേഷനെതിരെ മാധ്യമവേട്ട. ജൂനിയർ അഭിഭാഷക മർദ്ദനമേറ്റ സംഭവത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി സീനിയർ അഭിഭാഷകൻ ബെയ്ലിൻ ദാസ്. തിരുവനന്തപുരം സെഷൻസ് കോടതിയിലാണ് ജാമ്യാപേക്ഷ നൽകിയത്. തനിക്കെതിരെ പരാതിക്കാരിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ചുമത്തിയ വകുപ്പുകൾ നിലനിൽക്കില്ലെന്നാണ് മുൻകൂർ ജാമ്യാപേക്ഷയിലെ വാദം. ബോധപൂർവം സ്ത്രീത്വത്തെ അപമാനിക്കുകയും ആക്രമിക്കുകയും ചെയ്തിട്ടില്ലെന്ന് ബെയ്ലിൻ ദാസ് പറയുന്നു. ബെയ്ലിൻ ദാസിന്റെ ഓഫീസിലെ ആഭ്യന്തര പ്രശ്നങ്ങളാണ് ഇരുവരും തമ്മിലുള്ള തർക്കത്തിലേക്കും പിന്നീട് മർദ്ദനത്തിലേക്കും വഴിവെച്ചതെന്നാണ് അറിയുന്നത്. ശ്യാമിലിയും മറ്റൊരു ജൂനിയർ അഭിഭാഷകയും തമ്മിലുള്ള പ്രശ്നത്തിൽ ഇടപെടാൻ സീനിയർ അഭിഭാഷകൻ തയ്യാറാകാതിരുന്നതാണ് തർക്കത്തിലേക്കും മർദ്ദനത്തിലേക്കും നയിച്ചതെന്നാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന FIRൽ പറയുന്നത്. പരാതിക്കാരിയുടെ ആവശ്യം ബെയ്ലിൻ ദാസ് നിഷേധിച്ചതോടെ ശ്യാമിലി നേരിട്ട് മറ്റേ ജൂനിയർ അഭിഭാഷകയെ പറഞ്ഞു വിലക്കുകയായിരുന്നു. ഇത് ഇരുവരും തമ്മിലുള്ള വഴക്കിന് കാരണമായി. ഈ പ്രശ്നത്തിൽ ഇടപെട്ടതോടെയാണ് ബെയ്ലിൻ ദാസ് പരാതിക്കാരിയെ മർദ്ദിച്ചത്. ബെയ്ലിൻ ദാസും ജൂനിയർ അഭിഭാഷകയും തമ്മിലുള്ള തർക്കത്തിൽ ഇരുവർക്കും പരിക്കുകൾ ഏറ്റിരുന്നു. ബെയ്ലിൻ ദാസിന്റെ മുഖത്താണ് പരാതിക്കാരിയുടെ അടിയേറ്റത്. ഇയാളുടെ ഷർട്ട് വലിച്ചു കീറുകയും ചെയ്തിരുന്നുവെന്നാണ് സംഭവം കണ്ടയാൾക്കാർ ഇപ്പോൾ പറയുന്നത്. എന്നാൽ സീനിയർ അഭിഭാഷകൻ പരാതി നൽകാതിരുന്നതോടെ ഒരാളുടെ മൊഴികൾ മാത്രം വാർത്തയാകുകയാണ് ഉണ്ടായത്. മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിൽ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളുണ്ടെന്നും ബെയ്ലിൻ ദാസിന്റെ ഓഫീസിന് സമീപമുള്ളവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഓഫീസിലെ മോപ്പ് ഉപയോഗിച്ച് മർദ്ദനമേറ്റുവെന്ന വാർത്തകളാണ് ആദ്യം പുറത്തു വന്നത്. എന്നാൽ പിന്നീട് ഇത് പരാതിക്കാരി ഉൾപ്പെടെ നിഷേധിച്ചിട്ടുണ്ട്. FIRലും ഇക്കാര്യം സൂചിപ്പിക്കുന്നില്ല. കൈകൊണ്ടാണ് മർദ്ദിച്ചതെന്നാണ് പരാതിക്കാരി തന്നെ പറയുന്നത്. പരാതിക്കാരിയുടെ മൊഴിയിലും അവ്യക്തതകളുണ്ടെന്ന് FIRൽ നിന്നും വ്യക്തമാണ്. അതേസമയം ഒരു അഭിഭാഷകനെതിരെയുള്ള പരാതിക്കാരിയുടെ പേരിൽ ജില്ലയിലെ ബാർ അസോസിയേഷനെതിരെ മാധ്യമവേട്ടയാണ് നടക്കുന്നതെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. അഭിഭാഷകരുടെ സംഘടനയായ ബാർ അസോസിയേഷൻ ഈ സംഭവത്തെക്കുറിച്ച് അറിഞ്ഞ ഉടനെ വിഷയം ചർച്ച ചെയ്യാൻ ഒരു അടിയന്തര യോഗം വിളിച്ചു ചേർക്കുകയും വിശദമായ ചർച്ചയ്ക്ക് ശേഷം കൂടുതൽ നടപടികൾ ഉണ്ടാകുന്നതുവരെ അഡ്വക്കേറ്റ് ബെയ്ലിൻ ദാസിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് അസോസിയേഷൻ നടപടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ മറിച്ചുള്ള ആക്ഷേപങ്ങളാണ് വാർത്തകളിൽ വരുന്നത്. പ്രതിയായ അഭിഭാഷകനെ അറസ്റ്റ് ചെയ്യാനാകാത്തത് പോലീസിന്റെ വീഴ്ചയാണെങ്കിലും ബാർ അസോസിയേഷൻ സംരക്ഷിക്കുന്നുവെന്നാണ് മാധ്യമ വാർത്തകൾ. ഇത് അസോസിയേഷൻ ഭാരവാഹികൾ തള്ളിക്കളയുന്നു.